പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊളാരിറ്റി, മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ, പെർസെൻറ്റേജ് കാൽക്കുലേഷൻ ആൻഡ് പാർട്സ് പെർ മില്യൺ. നമ്മൾ ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന ചാപ്റ്ററിൽ ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന ചാപ്റ്ററിൽ അവിടെ നമ്മൾ ഈ കോൺസെൻട്രേഷൻ ടേംസ് പരിചയപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും ഒരു റിവിഷൻ എന്ന രീതിയിൽ നമുക്കിവിടെയും അവയെക്കുറിച്ചൊന്ന് റിവൈസ് ചെയ്യാം അല്ലേ. ഓക്കെ, എന്താണ് മൊളാരിറ്റി? മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾഡ് പെർ ലിറ്റർ ഓഫ് ദി സൊല്യൂഷൻ എന്നാണ്. അതായത് 1 ലിറ്റർ സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾസിനെയാണ് നമ്മൾ മൊളാരിറ്റി എന്ന് പറയാം. 1 ലിറ്റർ ഓഫ് സൊല്യൂട്ട് എന്ന് 1 ലിറ്റർ ഓഫ് സോൾവെൻ്റ് എന്ന് പറഞ്ഞാൽ 1000 ml സോൾവെൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഒന്നുകിൽ നമുക്ക് 1 ലിറ്റർ സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയാം, അതല്ലെങ്കിൽ 1000 ml ഡിസോൾവ് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് സൊല്യൂട്ട്സ് എന്ന് പറയാം, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറയാം അല്ലേ. ഏത് പറഞ്ഞാലും ഈക്വൽ ആണ്. ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ 1 ലിറ്റർ ഓഫ് ദി സൊല്യൂഷൻ ഈസ് നോൺ ആസ് ദി മൊളാരിറ്റി ഓഫ് ദി സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എക്സാമ്പിളായിട്ട് 1 മോൾസ് 0.5 ലിറ്ററിലാണ് ഉള്ളതെങ്കിൽ അവിടെ മൊളാരിറ്റി 2 ആണ് അല്ലേ. അതായത് 500 ml 1 മോൾ സൊല്യൂട്ട് ഡിസോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മൊളാരിറ്റി എന്ന് പറയുന്നത് 2 ആണ്. 3 മോൾസ് ഓഫ് സൊല്യൂട്ട് 2 ലിറ്റർ ഓഫ് സൊല്യൂഷനിലാണ് ഉള്ളതെങ്കിൽ അവിടെ അതിൻ്റെ മൊളാരിറ്റി എന്ന് പറയുന്നത് 3/2 ആണ്, ഈക്വൽ ടു 1.5 ആണ്. നമ്മളിതിനെ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ എം ഉപയോഗിച്ചിട്ടാണ്. 2 മോളാർ എന്നാണ് പറയുക. അതുപോലെ 1.5 മോളാർ എന്നാണ് മൊളാരിറ്റിയുടെ യൂണിറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, ചെറിയൊരു എക്സാമ്പിൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്ത് നോക്കാം. അതായത് 500 ml ഓഫ് എ ഗ്ലൂക്കോസ് സൊല്യൂഷൻ കണ്ടെയ്ൻസ് 6.02 into 10⁻22 മോളിക്യൂൾസ്. ദ കോൺസെൻട്രേഷൻ ഓഫ് ദി സൊല്യൂഷൻ ഈസ്. ഇവിടെ നമുക്ക് സൊല്യൂഷൻ്റെ വോളിയം തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോളിക്യൂൾസും തന്നിട്ടുണ്ട്. സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ്, നമുക്കറിയാം മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മൊളാരിറ്റി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ. വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് കാണാൻ നമുക്കിവിടെ മോളിക്യൂൾസിൻ്റെ നമ്പറാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ നമ്പർ ഓഫ് മോൾസിലേക്ക് ആക്കാൻ നമ്മൾ മോൾ കൺസെപ്റ്റിൽ പഠിച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ അതിനെ നമുക്ക് അവഗാഡ്രോ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് മോൾസ് കിട്ടും. അപ്പോൾ നമ്മളിവിടെ 6.022 ഇൻറ്റു അല്ലെങ്കിൽ 02 ഇൻറ്റു 6.02 ഇൻറ്റു 10⁻22 ഡിവൈഡഡ് ബൈ 6.02 ഇൻറ്റു 10⁻23 അല്ലേ. ഇതാണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. 6.02 ഇൻറ്റു 10⁻23 എന്ന് പറയുന്നത് അവഗാഡ്രോസ് നമ്പറാണ്. മുകളിൽ എഴുതിയിട്ടുള്ളത് നമുക്ക് തന്നിട്ടുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. ഓക്കെ, ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് കിട്ടും. ഇനി ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. നമുക്ക് തന്നിട്ടുള്ള സൊല്യൂഷൻ ഗ്ലൂക്കോസ് സൊല്യൂഷൻ ആണ്. അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് 500 ml ആണ്. അതിന് നമ്മൾ ലിറ്റേഴ്സിലേക്ക് എഴുതുകയാണെങ്കിൽ 0.5 ലിറ്റർ ആണ് അല്ലേ. ഓക്കെ, ഇത് ചെയ്താൽ 22 കട്ടായിപ്പോയി, 6.02 കട്ടായി, 10⁻1 ഉണ്ടാവും. ഇങ്ങോട്ട് വരുമ്പം 10⁻−1 ആവും, അതായത് 0.1 ആവും അല്ലേ. 0.1 ഡിവൈഡഡ് ബൈ 0.5 എന്ന് കിട്ടും അല്ലേ. 0.1 ഡിവൈഡഡ് ബൈ 0.5 അതായത് 1/5 അല്ലേ. 1/5 ഈക്വൽ ടു 0.2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 0.2 m ആണ് ഈ സൊല്യൂഷൻ്റെ മൊളാരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് കാണുക, അതുപോലെ തന്നെ വോളിയം ഓഫ് സൊല്യൂഷനെ കൊണ്ട് നമ്പർ ഓഫ് മോൾസിനെ വോളിയം ഓഫ് സൊല്യൂഷനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മൊളാരിറ്റി കിട്ടും. ഓക്കെ, ഇനി ഡയല്യൂഷൻ്റെ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത്? വോളിയം സോൾവെൻറ്റിനെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അല്ലേ. സൊല്യൂട്ടിന് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് മോൾസ്
ഡയലൂഷൻ്റെ മുമ്പും ഡയലൂഷൻ്റെ ശേഷവും നമ്പർ ഓഫ് മോൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നമ്മളിപ്പോൾ മൊളാരിറ്റി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ് എന്നാണല്ലോ പറഞ്ഞത്. വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ്. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് മോൾസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ മൊളാരിറ്റി ഇൻറ്റു വോളിയം ഓഫ് സൊല്യൂഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ ഡയലൂഷൻ്റെ സമയത്ത് എന്താ ചെയ്യുന്നത്? വോളിയം ഓഫ് സൊല്യൂഷൻ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? മൊളാരിറ്റി കുറയും അല്ലേ? ഇനി വോളിയം ഓഫ് സൊല്യൂഷൻ കുറയാണെങ്കിലോ മൊളാരിറ്റി കൂടും. എന്താണെങ്കിലും നമ്പർ ഓഫ് സൊല്യൂട്ട് കോൺസ്റ്റന്റ് ആവാൻ വേണ്ടിയിട്ട് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ മൊളാരിറ്റി ഇൻറ്റു വോളിയം എപ്പോഴും നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് കോൺസ്റ്റന്റ് ആണെങ്കിൽ മൊളാരിറ്റി ഇൻറ്റു വോളിയം എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഡയലൂഷൻ്റെ സമയത്ത് സോൾവെൻ്റ് ആണ് ആഡ് ചെയ്യുന്നത്, സൊല്യൂട്ട് എന്ത് ചെയ്യുന്നില്ല? ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ എത്ര ഡയലൂട്ട് ചെയ്താലും നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എന്തെന്നായിരിക്കും? സെയിം തന്നെ ആയിരിക്കും. കാരണം നമ്മൾ സൊല്യൂട്ട് ആഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് M1V1 ഈക്വൽ ടു M2V2 എന്ന് പറയാൻ പറ്റും. M1V1 എന്ന് പറഞ്ഞാൽ എന്താണ്? M1 എന്താണ്? ഡയലൂട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പുള്ള മൊളാരിറ്റി. അതുപോലെ V1 എന്ന് പറഞ്ഞാൽ ഡയലൂഷൻ്റെ മുമ്പുള്ള വോളിയം. V2 എന്ന് പറഞ്ഞാൽ ഡയലൂഷന് ശേഷമുള്ള വോളിയം. അതുപോലെ M2 എന്ന് പറഞ്ഞാൽ ഡയലൂഷന് ശേഷമുള്ള മൊളാരിറ്റി. ഈക്വേഷൻസ് വെച്ചിട്ട് നമുക്ക് ഡയലൂഷൻ്റെ കേസിലുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി മൊളാലിറ്റി. ഇവിടെ തന്നെ മിക്സിങ്ങിൻ്റെ ഒരു കേസ് കൂടിയുണ്ട്. അതായത് ഡയലൂഷൻ്റെ ഒരു കേസ് ഉണ്ട്, അതുപോലെ മിക്സിങ്ങിൻ്റെ കേസ്. അതായത് ഒരേ ടൈപ്പ് ഓഫ് സൊല്യൂട്ടുള്ള രണ്ട് സൊല്യൂഷൻസ് നമ്മൾ ആഡ് ചെയ്താൽ അവിടെ ഉണ്ടാകുന്ന റിസൾട്ടൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ്റെ മൊളാരിറ്റിയും വോളിയവും, അതുപോലെ ആഡ് ചെയ്തിട്ടുള്ള സൊല്യൂഷൻസിൻ്റെ മൊളാരിറ്റിയും അതുപോലെ അതിൻ്റെ വോളിയവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? M1 ആണ് നമ്മൾ ആഡ് ചെയ്യുന്ന ആദ്യത്തെ സൊല്യൂഷൻ എങ്കിൽ അതിൻ്റെ മൊളാരിറ്റി M1 ആണെങ്കിൽ, അതുപോലെ തന്നെ അതിൻ്റെ വോളിയം V1 ആണ് എന്ന് സങ്കല്പിക്കുക. ഓക്കെ, ഇനി അതുപോലെ തന്നെ രണ്ട് സൊല്യൂഷൻ ഉണ്ട് നമ്മളെ കയ്യിൽ. രണ്ടിലും സൊല്യൂട്ട് എന്താണ്? സെയിം ആണ്. രണ്ട് സൊല്യൂഷനും സെയിം ആണ് അല്ലെങ്കിൽ സിമിലർ ആണ്. രണ്ട് സിമിലർ ആയിട്ടുള്ള സൊല്യൂഷൻസ് നമ്മൾ ആഡ് ചെയ്യാണ്. ഓക്കെ, കമ്പൈൻ ചെയ്യാണ്. അപ്പോൾ ആദ്യത്തെ സൊല്യൂഷൻ്റെ മൊളാരിറ്റി M1 ആണ്, അതിൻ്റെ വോളിയം V1 ആണെന്ന് സങ്കല്പിക്കുക. രണ്ടാമത്തേതിൻ്റെത് M2 അതുപോലെ V2 ആണെന്ന് സങ്കല്പിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് M1V1 പ്ലസ് M2V2 ഈക്വൽ ടു MR ഇൻറ്റു V1 പ്ലസ് V2 എന്ന് പറയാൻ പറ്റും. V1 പ്ലസ് V2. ഈ V1 പ്ലസ് V2 എന്ന് പറയുന്നത് രണ്ടും കമ്പൈൻ ചെയ്യുമ്പോഴുള്ള വോളിയാണ് അല്ലേ? അത് നമുക്ക് ആൽജിബ്രായിക്കലി ആഡ് ചെയ്യാൻ പറ്റും. MR എന്ന് പറയുന്നത് റിസൾട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് കിട്ടുന്ന, നമ്മൾ രണ്ടിനെയും മിക്സ് ചെയ്തിട്ട് കിട്ടുന്ന സൊല്യൂഷൻ്റെ എന്താണ്? മൊളാരിറ്റിയാണ്. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മിക്സിങ്ങിൻ്റെ കേസിലുള്ള പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ നമുക്ക് റിസൾട്ടൻ്റ് സൊല്യൂഷൻ്റെ മൊളാരിറ്റി എന്ന് പറയുന്നത് M1V1 പ്ലസ് M2V2 ഡിവൈഡഡ് ബൈ V1 പ്ലസ് V2 എന്ന് കിട്ടും അല്ലേ? V1 പ്ലസ് V2 ഇതായിരിക്കും നമ്മൾ മിക്സ് ചെയ്തിട്ട് കിട്ടുന്ന സൊല്യൂഷൻ്റെ മൊളാരിറ്റി. ഓക്കെ, M1V1 പ്ലസ് M2V2 ഡിവൈഡ് ബൈ V1 പ്ലസ് V2. ഓക്കെ, അപ്പോൾ അതാണ് മൊളാരിറ്റി. ക്യാപിറ്റൽ M കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. മോളാർ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് മൊളാലിറ്റിയാണ്. മൊളാലിറ്റി എന്ന് പറയുമ്പം നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾഡ് ഇൻ 1000 gram ഓഫ് എ സോൾവെൻറ്റ് ഈസ് നോൺ ആസ് ദി മൊളാലിറ്റി ഓഫ് ദി സൊല്യൂഷൻ. 1000 gram എന്ന് പറയുമ്പം 1 kilogram സോൾവെൻറ്റിൽ അല്ലേ? 1 kilogram സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനെയാണ് നമ്മൾ മൊളാലിറ്റി എന്ന് പറയാം. നേരത്തെ നമ്മൾ വോളിയം ആയിരുന്നു പറഞ്ഞിരുന്നത്, അതും സൊല്യൂഷൻ്റെതായിരുന്നു. സൊല്യൂഷൻ്റെ 1 liter വോളിയത്തിൽ എത്ര നമ്പർ ഓഫ് മോൾസ് സൊല്യൂട്ട് ഉണ്ട് എന്നുള്ളതാണ് മൊളാരിറ്റി കൊണ്ട് നമ്മൾ പറഞ്ഞത്. ഇവിടെ നമ്മൾ പറയുന്നത് സോൾവെൻ്റ് ആണ് പറയുന്നത്, അതുപോലെ തന്നെ മാസ് ആണ്, കിലോഗ്രാം ആണ് പറയുന്നത് അല്ലേ? അപ്പോൾ 1 kilogram ഓഫ് സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മൊളാലിറ്റി എന്ന് പറയുന്നത്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെൻറ്റ് അല്ലേ? മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം. ഓക്കെ,
1 കിലോഗ്രാമിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള 1 കിലോഗ്രാം ഓഫ് സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടാണ് മൊളാലിറ്റി. ഓക്കെ, ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഈക്വൽ മോൾസ് ഓഫ് വാട്ടർ ആൻഡ് NaCl ആർ പ്രസൻറ്റ് ഇൻ എ സൊല്യൂഷൻ. ഒരു സൊല്യൂഷനിൽ, അതായത് NaCl സൊല്യൂഷനിൽ വാട്ടറിൽ NaCl വാട്ടറിൽ ആഡ് ചെയ്തിട്ടുള്ള സൊല്യൂഷനിൽ വാട്ടറിൻ്റെ മോൾസും നമ്പർ ഓഫ് മോൾസും അതുപോലെ NaClൻ്റെ നമ്പർ ഓഫ് മോൾസും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ മൊളാലിറ്റി എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മൊളാലിറ്റിൻ്റെ ഇക്വേഷൻ ആദ്യം എഴുതാം. എന്താണ് മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം, അല്ലേ? മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം. ഓക്കെ, ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, ഇവിടെ സൊല്യൂട്ട് ആരാണ്? NaCl ആണ്. അപ്പോൾ ഈക്വൽ മോൾസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ എക്സാമ്പിളായിട്ട് 1 മോൾ ആണ് എന്ന് എടുക്കുകയാണ്. ഓക്കെ, 1 മോൾ NaClഉം 1 മോൾ വാട്ടറുമാണ് ഉള്ളത് എന്നാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറയുന്നത് NaClൻ്റെ മോൾസ് ആണ്, അത് 1 ആണ്, അല്ലേ? ഇനി മാസ് ഓഫ് സോൾവെൻറ്റ് കാണാൻ ഇവിടെ നമുക്കറിയാം 1 മോൾ H2O ആണുള്ളത്, അല്ലേ? 1 മോൾ H2O ആണ് ആ സൊല്യൂഷനിലുള്ളത്. 1 മോൾ H2O. 1 മോൾ H2Oൻ്റെ മാസ് എന്താണ്? അതിൻ്റെ മോളാർ മാസ് ആണ്, അല്ലേ? അതായത് 18 ഗ്രാം ആണ് 1 മോൾ H2Oൻ്റെ മാസ് എന്ന് പറയുന്നത്. അപ്പോൾ 18 ഗ്രാമിലാണ് 1 മോൾ NaCl ഡിസോൾവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പക്ഷേ 18 ഗ്രാം എന്ന് നമ്മൾ എഴുതുമ്പോൾ നമുക്ക് നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം 1 കിലോഗ്രാമിലുള്ളതാണ്, അല്ലേ? അപ്പോൾ നമ്മൾ ഇതിനെ 18 ഗ്രാമിന് കിലോഗ്രാമിലേക്ക് മാറ്റണം. അതായത് 18 ഡിവൈഡ് ബൈ 1000 എന്ന് എഴുതണം. ഓക്കെ, 18 ഡിവൈഡ് ബൈ 1000 കിലോഗ്രാം. മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം ആണല്ലോ, അതുകൊണ്ട് 18 ഡിവൈഡ് ബൈ 1000. 1/18 ഡിവൈഡ് ബൈ 1000 എന്ന് പറയുന്നത് 1000 ഡിവൈഡ് ബൈ 18 ആണ്, അല്ലേ? 1000 ഡിവൈഡ് ബൈ 18 ആണ്, ഈക്വൽ ടു 55.5 എന്ന് കിട്ടും. അപ്പോൾ 55.5 ആണ് മൊളാലിറ്റി ഓഫ് ദി സൊല്യൂഷൻ വരിക. ഓക്കെ, അത് നമ്മൾ സ്മോൾ m കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, 55.5 സ്മോൾ m. ഓക്കെ, അപ്പോൾ അതാണ് മൊളാലിറ്റി ഓഫ് NaCl സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് പെർ കിലോഗ്രാം ഓഫ് സോൾവെൻറ്റ്, അതാണ് മൊളാലിറ്റി. മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് പെർ ലിറ്റർ ഓഫ് ദി സൊല്യൂഷൻ. ഓക്കെ, റെഡി. ഇനി മൂന്നാമത്തെ കോൺസെൻട്രേഷൻ ടേം എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷൻ ആണ്. മോൾ ഫ്രാക്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് NB ഈക്വൽ ടു KB അല്ലെങ്കിൽ XB എന്നാണ് നമ്മളിതിനെ എന്താണ് KB അല്ലെങ്കിൽ XB എന്നുള്ള ടേമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, KB ഈക്വൽ ടു NB ഡിവൈഡഡ് ബൈ NB പ്ലസ് NA. ഇതാണ് സൊല്യൂട്ടിൻ്റെ മോൾ ഫ്രാക്ഷൻ. സാധാരണ നമ്മൾ സൊല്യൂട്ടിനെ B എന്നും സോൾവെൻറ്റിനെ A എന്നും ആണ് എടുക്കാറുള്ളത്. അതുകൊണ്ട് മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് KB, മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് KB ഈക്വൽ ടു NB ഡിവൈഡ് ബൈ NB പ്ലസ് NA. അതായത് NB എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, NB പ്ലസ് NA എന്ന് പറഞ്ഞാലോ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ, ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ. അപ്പോൾ NA എന്ന് പറയുന്നത് ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻ്റ് ആണ്, അല്ലേ? അപ്പോൾ KB എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ. ഇതുപോലെ തന്നെ നമുക്ക് സോൾവെൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ എഴുതാൻ പറ്റും. അതായത് KA ഈക്വൽ ടു NA ഡിവൈഡഡ് ബൈ NA പ്ലസ് NB. ഇവിടെ NA എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻ്റ് ആണ്. NB എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മോൾ ഫ്രാക്ഷൻ കാണുന്നത്. ഇനി ഒരു ബൈനറി സൊല്യൂഷൻ ആണെങ്കിൽ, ബൈനറി സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈനറി സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? 2 കമ്പോണൻസ് ഉള്ള സൊല്യൂഷൻ ആണ്, അല്ലേ? 2 കമ്പോണൻസ്, അതായത് A എന്നൊരു കമ്പോണൻറ്റും B എന്നൊരു കമ്പോണൻറ്റും, ഒരു സൊല്യൂട്ടും ഒരു സോൾവെൻറ്റും. ഇത്തരം സൊല്യൂഷനാണ് നമ്മൾ ബൈനറി സൊല്യൂഷൻ എന്ന് പറയുന്നത്. ബൈനറി സൊല്യൂഷൻ്റെ കേസിൽ
കൈ എ പ്ലസ് കൈ ബി വിൽ ബി ഈക്വൽ ടു 1 ആയിരിക്കും. അതായത് രണ്ടിൻ്റെയും ടോട്ടൽ നമ്പർ ഓഫ് രണ്ടിൻ്റെയും മോൾ ഫ്രാക്ഷൻ ആഡ് ചെയ്താൽ നമുക്ക് 1 ആണ് കിട്ടുക. ഓക്കെ, കൈ എ പ്ലസ് കൈ ബി ഈക്വൽ ടു 1 ആണ് ബൈനറി സൊല്യൂഷൻ്റെ കേസിൽ. അപ്പോൾ ഇവിടെ നമുക്ക് കൈ എ ഈക്വൽ ടു 1 മൈനസ് കൈ ബി എന്ന് എഴുതാം. അതുപോലെ കൈ ബി ഈക്വൽ ടു 1 മൈനസ് കൈ എ എന്നും എഴുതാം. റെഡി? ഇതൊക്കെ നമുക്ക് ഡെറിവേഷൻ്റെ സമയത്ത് റൗൾസ് ലോയുടെ ഡെറിവേഷൻ്റെ സമയത്തും അതുപോലെ പേപ്പർ പ്രഷർ കാണാനുള്ള സമയത്തൊക്കെ ഈക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ബൈനറി സൊല്യൂഷൻ്റെ കേസിൽ കൈ എ ഈക്വൽ ടു 1 മൈനസ് കൈ ബി ആണ്. അതുപോലെ കൈ ബി ഈക്വൽ ടു 1 മൈനസ് കൈ എ ആണ്. ഓക്കെ, എക്സാമ്പിൾ നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ? അതായത് മോൾ ഫ്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എക്സാമ്പിൾ. 5.85 gram of NaCl are dissolved in 90 gram of water. The mole fraction of NaCl is. NaClന്റെ മോൾ ഫ്രാക്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. NaClന്റെ മോൾ ഫ്രാക്ഷൻ കാണാൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് NaCl ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സൊല്യൂഷൻ. അതായത് ഇവിടെ സൊല്യൂഷനിലുള്ളത് വാട്ടറും NaCl ആണ്. അപ്പോൾ വാട്ടറിൻ്റെ നമ്പർ ഓഫ് മോൾസ് പ്ലസ് NaClന്റെ നമ്പർ ഓഫ് മോൾസ് നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ? അതായത് നമ്പർ ഓഫ് മോൾസ് ഓഫ് NaCl ആണ്. നമുക്ക് ആദ്യ ഇക്വേഷൻ എഴുതാം അല്ലേ? മോൾ ഫ്രാക്ഷൻ ഈക്വൽ ടു എന്താണ്? മോൾ ഫ്രാക്ഷൻ ഓഫ് NaCl ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് NaCl ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് NaCl പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് H2O ആണ് അല്ലേ? നമ്പർ ഓഫ് മോൾസ് ഓഫ് NaCl എന്താണ്? ഇവിടെ നമുക്ക് മാസിലാണ് തന്നിട്ടുള്ളത്. NaClന്റെ മാസാണ് തന്നിട്ടുള്ളത് അല്ലേ? മാസ് തന്നാൽ നമ്മൾ മോൾ കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്. മാസ് തന്നാൽ നമ്മൾ എങ്ങനെയാണ് അതിനെ നമ്പർ ഓഫ് മോൾസിലേക്ക് ആക്കുക? മോളിക്കുലാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ? അല്ലെങ്കിൽ മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇവിടെ അയേൺസ് ആയതുകൊണ്ട് എന്താണ്? അയണിക് കോമ്പൗണ്ട് ആയതുകൊണ്ട് നമുക്ക് ഫോർമുല മാസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. എനിവേ ഇവിടെ മോളാർ മാസ് എന്ന് പറയുന്നത് എന്താണ്? NaClൻ്റെത് 23 Naൻ്റെ മാസ് എന്ന് പറയുന്നത്. അതുപോലെ Clൻ്റെത് 35.5 ആണ്. ഓക്കെ, അപ്പോൾ ആഡ് ചെയ്താൽ നമുക്ക് 58.5 എന്ന് കിട്ടും. 58.5 ആണ് അതിൻ്റെ മോളാർ മാസ്. അപ്പോൾ നമ്മൾ 58.5 ഡിവൈഡഡ് ബൈ നമുക്ക് തന്ന മാസിനെയാണ് നമ്മൾ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത് അല്ലേ? നമുക്ക് തന്ന മാസ് എത്രയാണ്? 5.85 ഡിവൈഡഡ് ബൈ 58.5. ഇത് ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് NaCl കിട്ടും. ഓക്കെ, 5.85 ഡിവൈഡഡ് ബൈ 58.5 ചെയ്താൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് NaCl കിട്ടും. ഡിവൈഡഡ് ബൈ ഇനി നമ്മൾ താഴെ എഴുതേണ്ടത് നമ്പർ ഓഫ് മോൾസ് ഓഫ് NaCl പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് H2O ആണ് അല്ലേ? അപ്പോൾ 5.85 ഡിവൈഡ് ബൈ 58.5 പ്ലസ് വാട്ടറിന്റെ നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? വാട്ടർ 90 gram ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, 90 gram. 90 ഗ്രാമിനെ നമുക്ക് നമ്പർ ഓഫ് മോൾസിലേക്ക് മാറ്റാൻ 90 ഡിവൈഡഡ് ബൈ വാട്ടറിന്റെ മോളാർ മാസ് എത്രയാണ്? 18 ആണ് അല്ലേ? അപ്പോൾ 90 ഡിവൈഡ് ബൈ 18 ചെയ്താൽ മതി. ഇത് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 5.85 ഡിവൈഡ് ബൈ 58.5 എന്ന് പറയുന്നത് 0.1 ആണ് അല്ലേ? 0.1 ഡിവൈഡ് ബൈ 0.1 പ്ലസ് 5 എന്ന് കിട്ടും. 0.1 ഡിവൈഡ് ബൈ 0.1 പ്ലസ് 5. ഓക്കെ, അത് നമുക്കറിയാം 0.1 ഡിവൈഡ് ബൈ 5 ചെയ്താൽ എന്താ കിട്ടുക? 0.2 ആണ് കിട്ടുക അല്ലേ? 0.02 ആണ് കിട്ടുക. 0.02. ഓക്കെ, 0.02. അങ്ങനെയാണെങ്കിൽ അതിലേക്ക് 0.1 ആഡ് ചെയ്താൽ 0.02ന്റെ ഒരനക്കം കുറച്ച് കുറവുള്ള നമ്പർ ആയിരിക്കും നമുക്ക് കിട്ടുക അല്ലേ? എക്സാക്ട് വേണമെങ്കിൽ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ 0.02നേക്കാളും കുറവുള്ള സംഖ്യ എന്ന് പറയുന്നത് ഇതാണ് അല്ലേ? 0.0196. നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ്, അതായത് ഇപ്പോൾ ഇവിടെ 0.1 ഡിവൈഡഡ് ബൈ 5 പ്ലസ് 0.1 എന്നുള്ളൊരു കാൽക്കുലേഷൻ ആണ്. ഇതിനെ നമുക്ക് 5 കമ്പയർ ചെയ്യുമ്പോൾ 0.1 എന്നുള്ളത് ചെറുതായതുകൊണ്ട് ഇത് നമുക്ക് 0.1 ഡിവൈഡ് ബൈ 5 ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അപ്രോക്സിമേഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് 0.02ന്റെ
അടുത്തുള്ള സംഖ്യ ആയിട്ടുള്ള 0.0196 ആയിരിക്കും അതിൻ്റെ മോൾ ഫ്രാക്ഷൻ, NaClന്റെ മോൾ ഫ്രാക്ഷൻ. ഇപ്പോൾ മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടിന്റെ മോൾ ഫ്രാക്ഷൻ ആണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സൊല്യൂഷൻ. അതുപോലെ സോൾവെന്റിന്റെ മോൾ ഫ്രാക്ഷൻ ആണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ. ഓക്കെ, ഇനി പെർസെൻറ്റേജ് കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട് 3 ടേംസ് നമുക്ക് പഠിക്കാനുണ്ട്. അതായത് വെയിറ്റ് ബൈ വെയിറ്റ്, അതുപോലെ വെയിറ്റ് ബൈ വോളിയം, അതുപോലെ വോളിയം ഡിവൈഡ് ബൈ വോളിയം. അതായത് വെയിറ്റ് ബൈ വെയിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 100 ഗ്രാം ഓഫ് സൊല്യൂഷനിൽ എത്ര ഗ്രാം സൊല്യൂട്ട് ഉണ്ട് എന്നുള്ളതാണ് വെയിറ്റ് ബൈ വെയിറ്റ് പെർസെൻറ്റേജ്. രണ്ടിൻ്റെയും വെയിറ്റ് ആണ് ഇവിടെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് അല്ലേ. 100 ഗ്രാം സൊല്യൂഷനിൽ എത്ര ഗ്രാം വെയിറ്റ് ഉണ്ട് എന്നതിനെ എക്സ്പ്രസ് ചെയ്യുന്നതാണ് എന്ത്, പെർസെൻറ്റേജ് വെയിറ്റ് ബൈ വെയിറ്റ്. ഇറ്റ് ഈസ് ഗിവൺ ആസ് മാസ് ഓഫ് സൊല്യൂട്ട് അല്ലെങ്കിൽ വെയിറ്റ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 100 ഗ്രാം ഓഫ് സൊല്യൂഷൻ. ഇനി അതുപോലെ വെയിറ്റ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ 100 ml ഓഫ് സൊല്യൂഷനിൽ പെർസെൻറ്റേജ് ആണല്ലോ, പെർസെൻറ്റേജ് വെയിറ്റ് ബൈ വോളിയം ആണ്. അപ്പോൾ 100 ml ഓഫ് സൊല്യൂഷനിൽ എത്ര ഗ്രാം സൊല്യൂട്ട് ഉണ്ട് എന്നുള്ളതാണ് എന്ത്, വെയിറ്റ് ബൈ വോളിയം. അതുപോലെ വോളിയം ബൈ വോളിയം എന്ന് പറഞ്ഞാൽ 100 ml സൊല്യൂഷനിൽ എത്ര വോളിയം ഓഫ് സൊല്യൂട്ട് ഉണ്ട് ഇൻ ml, എത്ര ml സൊല്യൂട്ട് ഉണ്ട് എന്നുള്ളതാണ് എന്ത്, വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ വെയിറ്റ് ബൈ വോളിയം എന്ന് പറയുമ്പോൾ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻ ഗ്രാംസ് ഡിസോൾവ്ഡ് പെർ 100 ഗ്രാം ഓഫ് ദി സോൾവെന്റ്, 100 ഗ്രാം ഓഫ് ദി സൊല്യൂഷൻ. അതുപോലെ വെയിറ്റ് ബൈ വോളിയം എന്ന് പറയുന്നത് 100 ml എത്ര ഗ്രാം സൊല്യൂട്ട് ഉണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ എന്താണ് വോളിയം ഡിവൈഡ് ബൈ വോളിയം പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 100 ml ഓഫ് സൊല്യൂഷനിൽ എത്ര ml നമ്മുടെ സൊല്യൂട്ട് ഉണ്ട് എന്നുള്ളതാണ് വോളിയം പെർസെൻറ്റേജ് എന്ന് പറയുന്നത്, വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ്. ഓക്കെ, റെഡി. ഇനി അടുത്തൊരു ടേം നമുക്ക് പഠിക്കാനുള്ളത് പാർട്സ് പെർ മില്യൺ ആണ്. കോൺസെൻട്രേഷൻ ടേംസിൽ നമുക്ക് പഠിക്കാനുള്ള അടുത്ത ടേമാണ് പാർട്സ് പെർ മില്യൺ. പാർട്സ് പെർ മില്യൺ നമ്മൾ യൂസ് ചെയ്യുന്നത്, പാർട്സ് പെർ മില്യന്റെ മീനിങ് എന്ന് പറയുമ്പോൾ മില്യൺ പാർട്സ് സൊല്യൂഷൻ എടുത്താൽ, മില്യൺ പാർട്സ് അതായത് 10⁶ പാർട്സ് ഓഫ് പിന്നെ സൊല്യൂഷൻ നമ്മൾ എടുത്താൽ അതിൽ എത്ര പാർട്ട് സൊല്യൂട്ട് ഉണ്ട് എന്നുള്ളതാണ് പാർട്സ് പെർ മില്യൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഭയങ്കര ഡൈല്യൂട്ട് ആയിട്ടുള്ള സൊല്യൂഷൻസ് ആണെങ്കിൽ അവിടെ ഒരുപാട് എമൗണ്ട് സൊല്യൂഷനിൽ കുറഞ്ഞ എമൗണ്ട് സൊല്യൂട്ട് മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ നമ്മൾ 100 ml ഒന്ന് നോക്കുമ്പോൾ തീരെ ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ നമ്മൾ ഒരുപാട് എന്താ പറയുക എമൗണ്ട് ഓഫ് എന്താ പറയുക സൊല്യൂഷൻ എടുത്തിട്ട് അല്ലെങ്കിൽ മാസ് ഓഫ് സൊല്യൂഷൻ എടുത്തിട്ട് അതിൽ എത്ര പാർട്ട് നമ്മുടെ സൊല്യൂട്ട് ഉണ്ട് എന്നാണ് പറയാം. അതിനാണ് നമ്മൾ പാർട്സ് പെർ മില്യൺ പാർട്സ് ഉപയോഗിക്കുന്നത് അല്ലേ. എൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദി സൊല്യൂഷൻ ഇൻറ്റു 10⁶ അല്ലേ. 10⁶ പാർട്സിൽ എത്ര പാർട്സ് ഓഫ് മാസ് ഓഫ് സൊല്യൂട്ട് ഉണ്ട് എന്നുള്ളതാണ് പാർട്സ് പെർ മില്യൺ പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് കോൺസെൻട്രേഷൻ ടേംസിനെ കുറിച്ച് പഠിക്കാനുള്ളത്. 1 മൊളാലിറ്റി ആണ്, 2 മൊളാലിറ്റി, 3 മോൾ ഫ്രാക്ഷൻ, 4 പെർസെൻറ്റേജ് കാൽക്കുലേഷൻസ്. അതിൽ 3 വരുന്നത് പെർസെൻറ്റേജ് വെയിറ്റ് ബൈ വോളിയം, പെർസെൻറ്റേജ് വെയിറ്റ് ബൈ വെയിറ്റ്, അതുപോലെ പെർസെൻറ്റേജ് വോളിയം ബൈ വോളിയം. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് വേപ്പർ പ്രഷറിനെ കുറിച്ചും അതുപോലെ റൗൾസ് ലോനെ കുറിച്ചുമാണ്. ഓക്കെ, എന്താണ് വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ നേരത്തെ ഹെൻറീസ് ലോ പറഞ്ഞിരുന്നു, ലിക്വിഡിൽ ഗ്യാസ് ഡിസോൾവ് ചെയ്തിട്ടുള്ള സൊല്യൂഷൻസിനെ കുറിച്ച് അല്ലേ. ഇവിടെ നമ്മൾ റൗൾസ് ലോ പറയുന്നതിന് മുന്നേ നമുക്ക് വേപ്പർ പ്രഷർ എന്താണെന്ന് നോക്കാം. അതായത് നമ്മൾ ഒരു ലിക്വിഡിനെ, വോളറ്റൈൽ ആയിട്ടുള്ള ലിക്വിഡിനെ, വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ ഗ്യാസ് ഫോർമേഷന്, ഗ്യാസ് ആവാൻ കഴിവുള്ള അല്ലെങ്കിൽ വേപ്പറൈസ് ചെയ്യാൻ കഴിവുള്ള ലിക്വിഡ്സിനെ നമ്മൾ വോളറ്റൈൽ ലിക്വിഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ വോളറ്റൈൽ ലിക്വിഡ്സിനെ നമ്മൾ ഒരു കണ്ടെയ്നറിൽ എടുത്താൽ, ഓക്കെ, ഒരു കണ്ടെയ്നറിൽ നമ്മൾ വോളറ്റൈൽ ലിക്വിഡ്സിനെ എടുത്താൽ ഇവരെന്ത് ചെയ്യും, ഇവാപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. കുറേ മോളിക്യൂൾസ് ലിക്വിഡ് ഫേസിൽ നിന്നും രക്ഷപ്പെട്ട് ഗ്യാസസ് ഫേസിലേക്ക് അല്ലെങ്കിൽ വേപ്പർ ഫേസിലേക്ക് പോകും. ഓക്കെ, അങ്ങനെ ലിക്വിഡ് ഫേസിൽ നിന്നും എനർജി സ്വീകരിച്ച് വേപ്പർ ഫേസിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ ഇവാപ്പറേഷൻ എന്ന് പറയാം. ഓക്കെ, ഇനി കുറേ സമയം കഴിയുമ്പോൾ നമ്മളിവിടെ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്,
ആദ്യം എന്ത് ചെയ്തു, കുറേ മോളിക്യൂൾസ് ഈ ലിക്വിഡ് ഫേസിൽ നിന്ന് രക്ഷപ്പെട്ട് വേപ്പർ ഫേസിലേക്ക് പോവുകയാണ് അല്ലേ. ഇനി കണ്ടെയ്നറിന്റെ വാൾസിൽ ഇവർ കൊളീഷൻ നടത്തിയിട്ട് ഇവർ എന്ത് ചെയ്യും, ഒരുപാട് മോളിക്യൂൾസ് വേപ്പറൈസ് ചെയ്തതിന് ശേഷം പിന്നീട് എന്ത് ചെയ്യും, ചില മോളിക്യൂൾസ് വേപ്പർ ഫേസിലേക്ക് പോയിട്ടുള്ള മോളിക്യൂൾസ് തിരിച്ച് എങ്ങോട്ട് തന്നെ വരും, നമ്മുടെ ലിക്വിഡ് ഫേസിലേക്ക് തന്നെ വരും. അതിന് നമ്മൾ കണ്ടൻസേഷൻ എന്നാണ് പറയാ. എന്താണ് പറയാ? കണ്ടൻസേഷൻ. അപ്പോൾ ആദ്യം ഇവാപ്പറേഷൻ ഇങ്ങനെ നടക്കും, പിന്നെ ഇവാപ്പറേഷന്റെ എമൗണ്ട് റേറ്റ് കൂടി വരും. ഈ കുറേ അധികം മോളിക്യൂൾസ് വേപ്പർ ഫേസിലേക്ക് പോകും. പിന്നെ വേപ്പർ ഫേസിൽ നിന്നും തിരിച്ച് ലിക്വിഡ് ഫേസിലേക്ക് തന്നെ വരും. അത് നമ്മൾ കണ്ടൻസേഷൻ എന്ന് പറയും. ഒരു ടൈം എത്തുമ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും റേറ്റ് ഈക്വൽ ആവും. അതായത് ലിക്വിഡ് ഫേസിൽ നിന്ന് വേപ്പർ ഫേസിലേക്ക് പോകുന്ന മോളിക്യൂൾസിന്റെ എണ്ണവും അതുപോലെ വേപ്പർ ഫേസിൽ നിന്ന് ലിക്വിഡ് ഫേസിലേക്ക് വരുന്ന മോളിക്യൂൾസിന്റെ എണ്ണവും, അതായത് ഇവാപ്പറേഷനും കണ്ടൻസേഷനും എന്താവും, ഈക്വൽ ആവും. അതിന്റെ രണ്ടിന്റെയും റേറ്റ് ഈക്വൽ ആവും. ആ സമയത്താണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയാം. എന്താണ് പറയാ? ഇക്വിലിബ്രിയം. അതായത് ഇവാപ്പറേഷന്റെയും അതുപോലെ കണ്ടൻസേഷന്റെയും റേറ്റ് ഈക്വൽ ആകുന്ന സമയത്തുള്ള ആണ് നമ്മൾ ലിക്വിഡ് ഇക്വിലിബ്രിയത്തിലാണ് എന്ന് പറയാം. ആ സമയത്തുള്ള വേപ്പേഴ്സ്, അതായത് ലിക്വിഡിന്റെ മുകളിലുള്ള ലിക്വിഡിന്റെ വേപ്പേഴ്സ് എക്സൈറ്റ് ചെയ്യുന്ന പ്രഷറിനെ നമ്മൾ ഇക്വിലിബ്രിയം വേപ്പർ പ്രഷർ ഓഫ് ദി ലിക്വിഡ് എന്നാണ് പറയാം. ഓക്കെ, ഇക്വിലിബ്രിയം വേപ്പർ പ്രഷർ. അപ്പൊ ഇക്വിലിബ്രിയം വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലിക്വിഡ്സ് ഇവാപ്പറേറ്റ് ചെയ്യുന്നതും അതുപോലെ വേപ്പേഴ്സ് കണ്ടൻസേറ്റ് ചെയ്യുന്നതും, ലിക്വിഡ്സിന്റെ ഇവാപ്പറേഷന്റെയും അതുപോലെ വേപ്പേഴ്സിന്റെ കണ്ടൻസേഷന്റെയും റേറ്റ് ഈക്വൽ ആവുന്ന സമയത്ത് ഉള്ള വേപ്പർ പ്രഷറിനാണ് നമ്മൾ എന്തെന്ന് പറയാം? ഇക്വിലിബ്രിയം വേപ്പർ പ്രഷർ എന്ന് പറയാം. ഇനി നമ്മുടെ റൗൾസ് ലോ പറയുന്നത്, നമ്മളിപ്പോൾ സൊല്യൂഷൻ എടുത്താൽ, അതായത് വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ട് ഉള്ള സൊല്യൂഷൻ എടുത്താൽ, നമ്മുടെ ഡിസോൾവ് ചെയ്തിട്ടുള്ള സൊല്യൂട്ട് എന്താണ്? വോളറ്റൈൽ ആണ്. അതിന് വേപ്പേഴ്സ് ഫോം ചെയ്യാൻ കഴിയും. അങ്ങനെയുള്ള സൊല്യൂട്ടുള്ള സൊല്യൂഷൻ നമ്മൾ എടുത്താൽ ഈ സൊല്യൂഷന്റെ മുകളിലുള്ള വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്, അതായത് സോൾവെന്റും സൊല്യൂട്ടുമാണല്ലോ സൊല്യൂഷനിൽ ഉണ്ടാവുക. അപ്പൊ ഈ സൊല്യൂഷന്റെ മുകളിലുള്ള സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് സോൾവെന്റിന്റെ ലിക്വിഡിലുള്ള അല്ലെങ്കിൽ സൊല്യൂഷനിലുള്ള മോൾ ഫ്രാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതുപോലെ സൊല്യൂഷനിലുള്ള മോൾ ഫ്രാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്ത്? ഈ സൊല്യൂട്ട് ഫോം ചെയ്യുന്ന വേപ്പേഴ്സിന്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടി പറയാം. അതായത് വേപ്പർ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ, വേപ്പർ പ്രഷർ ഓഫ് കമ്പോണൻസ് ഓഫ് സൊല്യൂഷൻ above the solution will be directly proportional to mole fraction of the components in the solution. സൊല്യൂഷനിൽ ഇപ്പോൾ എ എന്ന് പറയുന്ന കമ്പോണന്റും ബി എന്ന് പറയുന്ന കമ്പോണന്റും ഉണ്ട് അല്ലേ. ഇപ്പൊ എന്റെ മോൾ ഫ്രാക്ഷൻ എക്സ് ആണ്, ബിന്റേത് വൈ ആണെന്ന് സങ്കല്പിക്കാം. അങ്ങനെയാണ് എ ഉണ്ടാക്കുന്ന വേപ്പേഴ്സിന്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് എക്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, എക്സ് എന്താണ്? എന്റെ മോൾ ഫ്രാക്ഷൻ ആണ്, ലിക്വിഡിലുള്ള അല്ലെങ്കിൽ സൊല്യൂഷനിലുള്ള എന്റെ മോൾ ഫ്രാക്ഷൻ ആണ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എ എന്ന് പറയുന്ന കമ്പോണന്റിന്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് അതിന്റെ സൊല്യൂഷനിലുള്ള മോൾ ഫ്രാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതുപോലെ ബി എന്ന് പറയുന്ന കമ്പോണന്റ് ഫോം ചെയ്യുന്ന വേപ്പേഴ്സിന്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ഈ ബി എന്ന കമ്പോണന്റിന്റെ സൊല്യൂഷനിലുള്ള മോൾ ഫ്രാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇതാണ് ആര് പറയുന്നത്? നമ്മുടെ റൗൾസ് ലോ പറയുന്നത്. ഓക്കെ, അപ്പൊ വേപ്പർ പ്രഷർ ക്ലിയർ ആണല്ലോ. ഓക്കെ, റൗൾസ് ലോ പറയുന്നത് എന്താണ്? ഇൻ സൊല്യൂഷൻ ഓഫ് വോളറ്റൈൽ ലിക്വിഡ്സ് ദ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഈച്ച് കമ്പോണന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ. ഇപ്പോൾ ഇവിടെ ഒരു കണ്ടെയ്നർ ഉണ്ട്. ഈ കണ്ടെയ്നറിൽ എന്താണ്? സൊല്യൂഷൻ ഉണ്ട്. സൊല്യൂഷനിൽ എ എന്ന് പറയുന്ന കമ്പോണന്റും ബി എന്ന് പറയുന്ന കമ്പോണന്റും ഉണ്ട്. സൊല്യൂഷനിലെ എ എന്ന് പറയുന്ന കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ എക്സ് ആണ്. അതുപോലെ ബി എന്ന് പറയുന്ന കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ വൈ ആണെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫോം ചെയ്യുന്ന വേപ്പേഴ്സ്, എ ഇവിടെ വേപ്പേഴ്സ് ഫോം ചെയ്യുന്നുണ്ട് അല്ലേ, അതിന്റെ പ്രഷർ പി എ എന്ന് നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, വേപ്പർ പ്രഷർ ഓഫ് എ, ഓക്കെ, എബവ് ദി സൊല്യൂഷൻ പി എ ആയിട്ട് എടുക്കുകയാണെങ്കിൽ പി എ വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സൊല്യൂഷനിലുള്ള എയുടെ മോൾ ഫ്രാക്ഷൻ. അതുപോലെ ഇവിടെ വേപ്പേഴ്സ് ഓഫ് ബി ഉണ്ടാവും അല്ലേ, വേപ്പേഴ്സ് ഓഫ് ബി,
ആ വേപ്പേഴ്സ് എക്സൈറ്റ് ചെയ്യുന്ന പ്രഷർ നമ്മൾ പി ബി എന്നെടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പി ബി വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വൈ. വൈ എന്താണ്? ബിന്റെ സൊല്യൂഷനിലുള്ള മോൾ ഫ്രാക്ഷൻ ആണ്. അതിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും പി ബി. ഓക്കെ, അതാണ് റൗൾസ് ലോ പറയുന്നത്. നമുക്കറിയാം ഡാൾട്ടൺസ് ലോ എന്താണ് പറയുന്നത്. അതായത് ഡാൾട്ടൺസ് ലോ പറയുന്നത് ഒരു ഗ്യാസിസ് മിക്സ്ചറിന്റെ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് ആ ഗ്യാസിസ് മിക്സ്ചറിലുള്ള കമ്പോണൻസ് ആയിട്ടുള്ള ഓരോ ഗ്യാസിന്റെയും പാർഷ്യൽ പ്രഷേഴ്സിന്റെ സമ്മിന് ഈക്വൽ ആയിരിക്കുമെന്നാണ് ഡാൾട്ടൺസ് ലോ പറയുന്നത്. ഒരു ഗ്യാസിസ് മിക്സ്ചർ ഉണ്ട് നമ്മളെ കയ്യിൽ, അതിൽ 3 ഗ്യാസസ് ഉണ്ടെന്ന് സങ്കല്പിക്കാം. ആ 3 ഗ്യാസസിൽ ഓരോ ഗ്യാസിനും ഓരോ പാർഷ്യൽ പ്രഷർ ഉണ്ട്. അത് എക്സൈറ്റ് ചെയ്യുന്ന പ്രഷറിനാണ് നമ്മൾ എന്തെന്ന് പറയാം? പാർഷ്യൽ പ്രഷർ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഈ മിക്സ്ചറിന്റെ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് ഈ ഓരോ ഗ്യാസസിന്റെയും പാർഷ്യൽ പ്രഷേഴ്സിന്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും. അതായത് ഒരു ഗ്യാസസ് മിക്സ്ചർ ആണ് ഇത്. ഇതിൽ എ എന്ന് പറയുന്ന ഗ്യാസ് ഉണ്ട്, ബി എന്ന് പറയുന്ന ഗ്യാസ് ഉണ്ട്, സി എന്ന് പറയുന്ന ഗ്യാസും ഉണ്ട്. ഇവിടെ എ എന്ന് പറയുന്ന ഗ്യാസ് എക്സൈറ്റ് ചെയ്യുന്ന പ്രഷർ, അതിന്റെ പാർഷ്യൽ പ്രഷർ പി ആണ്. അതുപോലെ ബി എന്ന് പറയുന്ന ഗ്യാസ് എക്സൈറ്റ് ചെയ്യുന്ന പ്രഷർ പി ബി ആണ്. അതുപോലെ സി എന്ന് പറയുന്ന ഗ്യാസ് എക്സൈറ്റ് ചെയ്യുന്ന പ്രഷർ പി സി ആണെങ്കിൽ ഈ ഗ്യാസിസ് മിക്സ്ചറിന്റെ ടോട്ടൽ പ്രഷർ പി ടി ഈക്വൽ ടു പി എ പ്ലസ് പി ബി പ്ലസ് പി സി ആയിരിക്കും. ഇതാണ് ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ പറയുന്നത്. ഓക്കെ, ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് പാർഷ്യൽ പ്രഷേഴ്സിന്റെ സമ്മിന് ഈക്വൽ ആയിരിക്കുമെന്ന്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് റൗൾസ് ലോയിലേക്ക് തന്നെ തിരിച്ചു വരാം. റൗൾസ് ലോ പറയുന്നത് എന്താണ്? റൗൾസ് ലോ പറയുന്നത് പി എ വിൽ ബി ഈക്വൽ ടു എക്സ് ആണ് അല്ലേ? എക്സ് ആണ്. ഒന്നുകിൽ എക്സ് എന്ന് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്റെ മോൾ ഫ്രാക്ഷന് കൈ എ എന്ന് എടുക്കാം. ഓക്കെ, കൈ എ. അതുപോലെ തന്നെ പി ബി വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈ ബി അല്ലേ? ഇവിടെ 2 കമ്പോണൻസ് ആണ് ഈ സൊല്യൂഷനിൽ ഉള്ളത്. അപ്പൊ 2 കമ്പോണൻസ് സൊല്യൂഷനിൽ ഉള്ളതാണെങ്കിൽ ഇവിടുത്തെ ഗ്യാസിന്റെ അല്ലെങ്കിൽ വേപ്പേഴ്സിന്റെ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് ഈ 2 കമ്പോണൻസിന്റെയും വേപ്പർ പ്രഷേഴ്സിന്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പൊ ഇതിനെ നമുക്ക് ഇവിടെ ഈ പ്രൊപ്പോർഷണാലിറ്റിയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒരു കോൺസ്റ്റന്റ് ഉപയോഗിച്ചാൽ മതി അല്ലേ? അതായത് പി എനെ നമുക്ക് പി എ വിൽ ബി ഈക്വൽ ടു പി സീറോ എ ഇൻറ്റു കൈ എ എന്ന് എഴുതാം. അതുപോലെ പി ബി ഈക്വൽ ടു പി സീറോ ബി ഇൻറ്റു കൈ ബി എന്ന് എഴുതാം. എന്താണ് പി സീറോ എ എന്ന് പറഞ്ഞാൽ? പി സീറോ എ എന്ന് പറഞ്ഞാൽ ഈ സൊല്യൂഷനിൽ ഫുൾ ആയിട്ട് പ്യുവർ എ ആണുള്ളത് എന്ന് സങ്കല്പിക്കാം. അവിടെ ബി എന്ന് പറയുന്ന കമ്പോണന്റ് ഇല്ല. അതായത് എന്റെ മോൾ ഫ്രാക്ഷൻ 1 ആണ്, അവിടെ എ മാത്രമാണുള്ളതെങ്കിൽ അതിനെത്ര വേപ്പർ പ്രഷർ ആണോ ഉണ്ടാവുക? അതാണ് പി സീറോ എ എന്ന് പറയുന്നത്, പ്യുവർ എന്റെ വേപ്പർ പ്രഷർ. ഓക്കെ, അപ്പൊ പി എ ഈക്വൽ ടു പി സീറോ എ ഇൻറ്റു കൈ എ എന്ന് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ പി ബി ഈക്വൽ ടു പി സീറോ ബി ഇൻറ്റു കൈ ബി എന്ന് എഴുതാൻ പറ്റും. ഇവിടെ നമ്മുടെ വേപ്പേഴ്സിന്റെ മിക്സ്ചറിൽ എയുണ്ട് അതുപോലെ ബി ഉണ്ട് അല്ലേ? അപ്പൊ ഇവരുടെ രണ്ടാളുടെയും പ്രഷേഴ്സിന്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും ഇവിടെയുള്ള ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പി ടോട്ടൽ ഈക്വൽ ടു പി സീറോ എ ഇൻറ്റു കൈ എ പ്ലസ് പി സീറോ ബി ഇൻറ്റു കൈ ബി എന്ന് എഴുതിക്കൂടെ? കാരണം എന്താണ്? പി സീറോ എ ഇൻറ്റു കൈ എ ആണെന്ത്? പി എ എന്ന് പറയുന്നത് അല്ലേ? അതുപോലെ പി സീറോ ബി ഇൻറ്റു കൈ ബി ആണെന്ത്? പി ബി എന്ന് പറയുന്നത്. റെഡി? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇവിടുത്തെ ടോട്ടൽ വേപ്പേഴ്സിന്റെ പ്രഷർ എന്ന് പറയുന്നത് പി സീറോ എ ഇൻറ്റു കൈ എ പ്ലസ് പി സീറോ ബി ഇൻറ്റു കൈ ബി എന്ന് എഴുതാം. റെഡി അല്ലേ? ഞാൻ ഒന്നുകൂടി പറയാം. അതായത് ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ പറയുന്നത് എന്താണ്? വേപ്പേഴ്സിന്റെ അല്ലെങ്കിൽ ഗ്യാസസിന്റെ മിക്സ്ചറിൽ ഉള്ള ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് അവിടുത്തെ പാർഷ്യൽ പ്രഷേഴ്സിന്റെ സമ്മിന് ഈക്വൽ ആയിരിക്കുമെന്നാണ് ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു സൊല്യൂഷന്റെ മുകളിലുള്ള എയുടെയും ബിന്റെയും വേപ്പർ പ്രഷേഴ്സിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് പി ടോട്ടൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? പി എ പ്ലസ് പി ബി ആയിരിക്കും അല്ലെ? പി എ പ്ലസ് പി ബി ആയിരിക്കും. ഇത് പറയുന്നത് ആരാണ്? ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ ആണ്. ഇനി റൗൾസ് ലോയിൽ നിന്ന് നമുക്കറിയാം പി എ പ്രൊപ്പോർഷണൽ ടു കൈ എ അല്ലെങ്കിൽ പി എ ഈക്വൽ ടു പി സീറോ എ ഇൻറ്റു കൈ എ ആണ് അല്ലെ? ഇത് റൗൾസ് ലോയിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ്. അതുപോലെ പി ബി ഈക്വൽ ടു പി സീറോ ബി ഇൻറ്റു കൈ ബി ആണ്. അപ്പൊ നമ്മൾ ഈ പി എനെയും
പി ബിനെയും റീപ്ലേസ് ചെയ്തിട്ട് P0A ഇൻറ്റു കൈ എ പ്ലസ് P0B ഇൻറ്റു കൈ ബി എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് PT ഈക്വൽ ടു ടോട്ടൽ പ്രഷർ ഈക്വൽ ടു P0A ഇൻറ്റു കൈ എ പ്ലസ് P0B ഇൻറ്റു കൈ ബി. റെഡി? ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് റൗൾസ് ലോയിൽ നമുക്ക് എന്ത് ചെയ്യും? കിട്ടും. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ബൈനറി സൊല്യൂഷൻ ആണെങ്കിൽ, ബൈനറി സൊല്യൂഷൻസിന്റെ കേസ് ആണെങ്കിൽ അവിടെ കൈ എ പ്ലസ് കൈ ബി ഈക്വൽ ടു 1 ആണ് അല്ലേ? കൈ എ പ്ലസ് കൈ ബി ഈക്വൽ ടു 1 ആണ്. അങ്ങനെയാണെങ്കിൽ കൈ എനെ നമുക്ക് എന്ത് ചെയ്താം? 1 മൈനസ് കൈ ബി എന്ന് എഴുതാം അല്ലേ? അതുപോലെ കൈ ബിനെ നമുക്ക് 1 മൈനസ് കൈ എ എന്നും എഴുതാം. റെഡി ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ നേരത്തെ നമുക്ക് കിട്ടിയ ഈ ടോട്ടൽ പ്രഷറിന്റെ എക്സ്പ്രഷനെ നമുക്ക് രണ്ട് രീതിയിൽ എഴുതാൻ പറ്റും. PT ഈക്വൽ ടു P0A ഇൻറ്റു കൈ എ പ്ലസ് P0B ഇൻറ്റു കൈ ബി എന്ന് പറയുന്ന ഈ ഇക്വേഷനെ PT ഈക്വൽ ടു P0A ഇൻറ്റു കൈ എ പ്ലസ് P0B ഇൻറ്റു കൈ ബി എന്നാണല്ലോ നമുക്ക് കിട്ടിയത് അല്ലേ? P0B ഇൻറ്റു കൈ ബി. ഇതിനെ നമുക്ക് രണ്ട് രൂപത്തിൽ എഴുതാൻ പറ്റും. അതായത് ഒന്നാമത്തെ രൂപം എന്ന് പറയുന്നത് കൈ എനെ നമ്മൾ 1 മൈനസ് കൈ ബി ആക്കി എടുക്കുകയാണ്. അതായത് P0A ഇൻറ്റു 1 മൈനസ് കൈ ബി പ്ലസ് P0B ഇൻറ്റു കൈ ബി. ഓക്കെ, രണ്ടാമത്തെ കേസിൽ നമ്മൾ എന്താണ്? കൈ ബിനെ 1 മൈനസ് കൈ ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? P0A ഇൻറ്റു കൈ എ പ്ലസ് P0B ഇൻറ്റു 1 മൈനസ് കൈ എ എന്ന് എഴുതാൻ പറ്റും അല്ലേ? ഓക്കെ, ഇവിടെ നമുക്ക് എന്താ കിട്ടുക? P0A മൈനസ് P0A ഇൻറ്റു കൈ ബി പ്ലസ് P0B ഇൻറ്റു കൈ ബി എന്ന് കിട്ടും. അതായത് കൈ ബിനെ ഇവിടെ കോമൺ ആയിട്ട് എടുത്താൽ P0A പ്ലസ് കൈ ബി ഇൻറ്റു P0B മൈനസ് P0A എന്ന് കിട്ടും അല്ലേ? അതുപോലെ ഇവിടെ നമുക്ക് P0A ഇൻറ്റു കൈ എ പ്ലസ് P0B മൈനസ് P0B ഇൻറ്റു കൈ എ എന്ന് കിട്ടും അല്ലേ? അതായത് P0B പ്ലസ് കൈ എ നമ്മൾ കോമൺ ആയിട്ട് എടുത്താൽ ഇൻറ്റു P0A മൈനസ് P0B എന്ന് കിട്ടും. ഓക്കെ, ഇങ്ങനെ രണ്ട് എക്സ്പ്രഷൻസ് നമുക്ക് കിട്ടും. ടോട്ടൽ പ്രഷറിന് ഒന്ന് കൈ എൻ്റെ ഇൻ ടേംസിലും കിട്ടും, രണ്ടാമത്തേത് കൈ ബിൻ്റെ ഇൻ ടേംസിലും കിട്ടും. കൈ എ കൈ ബി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? കൈ എ നമുക്ക് എക്സ് എന്നും പറയാം അല്ലേ? അതായത് മോൾ ഫ്രാക്ഷൻ ഓഫ് ബി ആണ് കൈ ബി എന്ന് പറയുന്നത്. അതുപോലെ മോൾ ഫ്രാക്ഷൻ ഓഫ് എ ആണ് കൈ എ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് റൗൾസ് ലോ. റൗൾസ് ലോ പറയുന്നത് എന്താണ്? ഒരു വേപ്പറിന്റെ, അതായത് ഒരു വോളറ്റൈൽ സൊല്യൂഷന്റെ മുകളിലുള്ള വേപ്പേഴ്സിന്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ഏത് കമ്പോണന്റിന്റെ വേപ്പർ പ്രഷർ ആണോ ആ കമ്പോണന്റിന്റെ സൊല്യൂഷനിലുള്ള മോൾ ഫ്രാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ ഡാൾട്ടൺസ് ലോ പറയുന്നത് പാർഷ്യൽ പ്രഷേഴ്സിന്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും ടോട്ടൽ പ്രഷർ എന്നാണ് പറയുന്നത്. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ? അതായത് അറ്റ് 323 Kelvin വേപ്പർ പ്രഷർ ഓഫ് എ ethanol solution is represented as P equal to 120x plus 140, where x is the mole fraction of methanol in liquid solution at equilibrium. The value of P0 of ethanol is, മെത്തനോളിന്റെ മോൾ ഫ്രാക്ഷന് എക്സ് ആണ് എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്തനോളിന്റെ പ്യുവർ എത്തനോളിന്റെ വേപ്പർ പ്രഷറാണ് ചോദിച്ചിട്ടുള്ളത്. P0 എത്തനോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്യുവർ എത്തനോളിന്റെ മോൾ ഫ്രാക്ഷൻ. നമുക്കറിയാം നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് PT ഈക്വൽ ടു P0A ഇൻറ്റു കൈ എ പ്ലസ് P0B ഇൻറ്റു കൈ ബി ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഈ ഒരു ഇക്വേഷനെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്താൽ നേരെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും അല്ലേ? അതായത് P0A ഇൻറ്റു കൈ എക്ക് പകരം ഇവിടെ ഉള്ളത് എന്താണ്? 120 ഇൻറ്റു കൈ ആണ് അല്ലേ? അതായത് മെത്തനോളിന്റെ
മോൾ ഫ്രാക്ഷൻ ആണ് കൈ. അപ്പം മെത്തനോളിൻ്റെ P0 ആയിരിക്കും എന്തെന്ന് പറയുന്നത് 120 എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, എനിവേ നമ്മൾ ഇവിടെ മെത്തനോൾ പ്യുവർ എത്തനോളിൻ്റെതാണ് ചോദിച്ചിട്ടുള്ളത്. പ്യുവർ എത്തനോൾ എന്ന് പറയുന്നത്, പ്യുവർ എത്തനോളിൻ്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ആ സമയത്ത് എന്തായിരിക്കും, മെത്തനോളിൻ്റെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഈ കൈ എന്ന് പറയുന്ന മെത്തനോളിൻ്റെ വേപ്പർ പ്രഷറിന് മെത്തനോളിൻ്റെ മോൾ ഫ്രാക്ഷന് 0 കൊടുത്താൽ നമുക്ക് ടോട്ടൽ പ്രഷർ ഈക്വൽ ടു 120 ഇൻറ്റു 0 പ്ലസ് 140 എന്ന് കിട്ടും. അപ്പോൾ 140 ആണ് ആരുടെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്, P0 ഓഫ് എത്തനോൾ എന്ന് പറയുന്നത്. ഓക്കെ, P0 ഓഫ് എത്തനോൾ എന്ന് പറയുന്നത് എന്താണ്, 140 ആയിരിക്കും. റെഡി. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കുന്നത്, അതിൻ്റെ അപ്ലിക്കേഷൻസ് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് നമ്മളിപ്പോൾ ബൈനറി സൊല്യൂഷനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. അവിടെ 2 കമ്പോണൻസ് ആണുള്ളത്, എ എന്ന് പറയുന്ന സോൾവെൻറ്റും അതുപോലെ ബി എന്ന് പറയുന്ന സൊല്യൂട്ടും. നമ്മുടെ സൊല്യൂഷനിൽ സോൾവെൻറ്റ് മാത്രമാണുള്ളതെങ്കിൽ ആ സമയത്തുള്ള വേപ്പർ പ്രഷർ നമുക്ക് P0 എന്ന് പറയാം അല്ലേ. സോൾവെൻറ്റ് മാത്രമാണ്, അതായത് സോൾവെൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ 1 ആണ്, സൊല്യൂട്ടിൻ്റെത് 0 ആണെങ്കിൽ സോൾവെൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ ഉള്ള സോൾവെൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷനാണ് നമ്മൾ P0 എന്ന് പറയുന്നത്. അപ്പോൾ P0 ആയിരിക്കും എക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും ചെറുതെന്ന് പറയുന്നത് എ എന്ന കമ്പോണൻറ്റ് 0 ആയിരിക്കുമ്പോഴായിരിക്കും അല്ലേ. 0 ആയിരിക്കുമ്പോൾ അതിൻ്റെ മോൾ ഫ്രാക്ഷൻ 0 ആകുമ്പോൾ അതിൻ്റെ വേപ്പർ പ്രഷർ എന്താവും, 0 ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ എൻ്റെ വേപ്പർ പ്രഷർ വേഴ്സസ് അതിൻ്റെ മോൾ ഫ്രാക്ഷൻ ആയിട്ടൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ മോൾ ഫ്രാക്ഷൻ ഓഫ് കമ്പോണൻസ് അല്ലേ, കമ്പോണൻസ് എക്സ് ആക്സിസിൽ നമ്മൾ എടുത്തു. അതുപോലെ ഇവിടെ നമ്മൾ എന്താണ് വേപ്പർ പ്രഷറും എടുക്കുകയാണെങ്കിൽ വൈ ആക്സിസിൽ വേപ്പർ പ്രഷർ എടുക്കുകയാണെങ്കിൽ എൻ്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുമ്പോൾ ഇവിടെ ഇതാണ് എൻ്റെ ഗ്രാഫ്. ഇതിൽ മാക്സിമം ഓഫ് വേപ്പർ പ്രഷർ വരുന്ന സമയം ഏതായിരിക്കും, P0 ആയിരിക്കും. അതായത് എ മാത്രമുള്ളപ്പോഴായിരിക്കും അതായത് പ്യുവർ എൻ്റെ വേപ്പർ പ്രഷർ ആയിരിക്കും എക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. ആ സമയത്ത് എൻ്റെ മോൾ ഫ്രാക്ഷൻ എന്തായിരിക്കും, കൈ എ വിൽ ബി 1 അല്ലേ. കൈ എ 1 ആണെന്ന് പറഞ്ഞാൽ ബൈനറി സൊല്യൂഷൻ ആയതുകൊണ്ട് കൈ ബി എന്തായിരിക്കും, 0 ആയിരിക്കും അല്ലേ. അതുപോലെ എൻ്റെ മോൾ ഫ്രാക്ഷൻ 0 ആകുമ്പോൾ അതായത് കൈ എ ഈക്വൽ ടു 0 ആണെങ്കിൽ അതിൻ്റെ വേപ്പർ പ്രഷർ എന്തായിരിക്കും, 0 ആയിരിക്കും അല്ലേ. കാരണം അവിടെ വേപ്പർ പ്രഷർ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ആരില്ല, എ ഇല്ല അല്ലേ, സൊല്യൂഷനിൽ ബി മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് അതായത് എൻ്റെ മോൾ ഫ്രാക്ഷൻ 0 ആയിരിക്കുന്ന സമയത്ത് ബീൻ്റെ മോൾ ഫ്രാക്ഷൻ എന്തായിരിക്കും, 1 ആയിരിക്കും, കൈ ബി 1 ആയിരിക്കും അല്ലേ, കൈ ബി ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ വേപ്പർ പ്രഷറിൻ്റെ, അതായത് പി എൻ്റെ ഗ്രാഫാണിത്. ഓക്കെ, പി എ ഈക്വൽ ടു P0 ഇൻറ്റു കൈ ആണ് അല്ലേ. ആ ഗ്രാഫാണ് നമ്മൾ ഈ നീല കളറിൽ, അതായത് ബ്ലൂ കളറിൽ കാണിച്ചിട്ടുള്ളത്. ഇനി ഇതാരുടെ ഗ്രാഫാണ്, ബീൻ്റെ ഗ്രാഫാണ്. അതായത് പി ബി ഈക്വൽ ടു P0 ബി ഇൻറ്റു കൈ ബി. ഓക്കെ, അതായത് കൈ ബി 0 ആകുന്ന സമയത്ത്, മോൾ ഫ്രാക്ഷൻ 0 ആകുന്ന സമയത്ത് ബീൻ്റെ വേപ്പർ പ്രഷർ എന്താണ്, 0 ആണ്. ഇത് നമുക്ക് വേപ്പർ പ്രഷർ ആയിട്ട് എടുക്കാം അല്ലേ, വേപ്പർ പ്രഷർ. ഓക്കെ, ബീൻ്റെ വേപ്പർ പ്രഷർ 0 ആണ്. എന്നാൽ കൈ ബി 1 ആകുന്ന സമയത്ത് ബീൻ്റെ വേപ്പർ പ്രഷറിന് നമ്മൾ എന്താ പറയുക, P0 ബി എന്നാണ് പറയുക. ഇവിടെ എൻ്റെ മോൾ ഫ്രാക്ഷൻ 1 ആയ സമയത്ത് അതിൻ്റെ പ്യുവർ എൻ്റെ വേപ്പർ പ്രഷർ നമ്മൾ P0 എന്നാണ് വിളിച്ചത് അല്ലേ. അതുപോലെ ബീൻ്റെ വേപ്പർ പ്രഷർ 1 ആകുന്ന സമയത്ത് ബീൻ്റെ മോൾ ഫ്രാക്ഷൻ 1 ആകുന്ന സമയത്ത് അതിൻ്റെ വേപ്പർ പ്രഷർ നമുക്ക് P0 ബി എന്ന് വിളിക്കാം. ഇതാണ് ഈ റെഡ് കളറിൽ കാണിച്ചിട്ടുള്ളതാണ് എന്ത്, ബീൻ്റെ വേപ്പർ പ്രഷർ വേഴ്സസ് മോൾ ഫ്രാക്ഷൻ്റെ ഗ്രാഫ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇതായിരിക്കും അല്ലേ.
അതായത് കൈ എ 1 കൈ ബി 0 ആവുമ്പോൾ സൊല്യൂഷൻ്റെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് P0 ആയിരിക്കും. അതുപോലെ കൈ ബി 1 കൈ എ 0 ആയിരിക്കുമ്പോൾ എന്തായിരിക്കും സൊല്യൂഷൻ്റെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് P0B ആയിരിക്കും. അല്ലാത്ത അതിൻ്റെ ഇടയിലുള്ള ഏത് കമ്പോസിഷൻ നമ്മൾ എടുത്താലും, അതായത് കൈ എ = 0.5 കൈ ബി = 0.5 എന്നുള്ളൊരു കമ്പോസിഷൻ ആയിരിക്കും സെൻട്രൽ ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഉള്ള സൊല്യൂഷൻ്റെ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് ഇവിടെ ഉള്ളൊരു വാല്യൂ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഏത് വാല്യൂവിൽ കമ്പോസിഷൻ എടുത്താലും അതിനൊരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേപ്പർ പ്രഷറിൻ്റെ ഒരു വാല്യൂ ഉണ്ടാവും. അപ്പോൾ ഇതാണ് റൗൾസ് ലോയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള ഗ്രാഫ്. ഇതിനെ നമുക്ക് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് റൗൾസ് ലോയുമായി ബന്ധപ്പെടുത്തി നമ്മൾ പറയുന്നത് P total will be equal to P0A into chi A plus P0B into chi B എന്നാണ് അല്ലേ. ഇത് റൗൾസ് ലോ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ റൗൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻസ് മാത്രമേ ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യിക്കുള്ളൂ. അതായത് PT = P0A into chi A plus P0B into chi B. അപ്പോൾ ഈ റൗൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻസ് ആണെങ്കിൽ അവരുടെ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് രണ്ട് കമ്പോണൻസിൻ്റെയും വേപ്പർ പ്രഷേഴ്സിൻ്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും. ഇനി ചില സൊല്യൂഷൻസ് ഉണ്ട്, അവരുടെ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് ഇവരുടെ രണ്ട് പേരുടെയും, അതായത് രണ്ട് കമ്പോണൻസിൻ്റെയും പാർഷ്യൽ പ്രഷേഴ്സിൻ്റെ സമ്മിന് ഈക്വൽ ആവില്ല. ഒന്നുകിൽ അതിനേക്കാൾ കൂടുതലായിരിക്കും അല്ലെങ്കിൽ അതിനേക്കാൾ കുറവായിരിക്കും. ഞാൻ ഒന്നുകൂടി പറയാം. ചില സൊല്യൂഷൻസിൽ ഈ PT = P0A into chi A plus P0B into chi B എന്നുള്ള ഈ ഇക്വേഷൻ എല്ലാ കമ്പോസിഷനിലും വർക്കൗട്ട് ആവില്ല. PT will not be equal to P0A into chi A plus P0B into chi B ആയിരിക്കും. ഒന്നുകിൽ എന്തായിരിക്കും PT ഗ്രേറ്റർ ദാൻ ആയിരിക്കും. ഓക്കെ, PT ഗ്രേറ്റർ ദാൻ P0A into chi A plus P0B into chi B ആയിരിക്കും. അല്ലെങ്കിൽ PT ലെസ് ദാൻ ആയിരിക്കും. ഓക്കെ, PT ലെസ് ദാൻ P0A into chi A പ്ലസ് P0B into chi B ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ PT ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ, അതായത് സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് രണ്ട് കമ്പോണൻസിൻ്റെയും വേപ്പർ പ്രഷേഴ്സിൻ്റെ സമ്മിനേക്കാൾ കൂടുതലാണെങ്കിൽ അത്തരം സൊല്യൂഷൻ നമ്മൾ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷനാണ് എന്നാണ് പറയാം. റൗൾസ് ലോയിൽ നിന്നും പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസ് ആണ്. അവരുടെ പ്രഷർ റൗൾസ് ലോ പ്രകാരം പറയുന്ന രണ്ട് കമ്പോണൻസിൻ്റെയും വേപ്പർ പ്രഷേഴ്സിൻ്റെ സമ്മിന് ഈക്വൽ ആണെന്ന് പറയുന്ന അതിനേക്കാൾ കൂടുതലാണ്. ഇനി നെഗറ്റീവ് ഡീവിയേഷൻസ് കാണിക്കുന്ന സൊല്യൂഷൻസ് ആണെങ്കിൽ അവരുടെ ആ സൊല്യൂഷൻസിൻ്റെ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് ആ സൊല്യൂഷനിലുള്ള രണ്ട് കമ്പോണൻസും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വേപ്പർ പ്രഷേഴ്സിൻ്റെ സമ്മിനേക്കാളും കുറവായിരിക്കും. അവരെ നമ്മൾ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസ് എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് റൗൾസ് ലോയുമായി ബന്ധപ്പെട്ട ഗ്രാഫും അതുപോലെ ഡീവിയേഷൻ കാണിക്കുന്നതും ഡീവിയേഷൻ കാണിക്കാത്തതുമായിട്ടുള്ള സൊല്യൂഷൻസും. ഇനി ഡീവിയേഷൻ കാണിക്കാത്ത അല്ലെങ്കിൽ റൗൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻസിന് നമ്മൾ ഐഡിയൽ സൊല്യൂഷൻസ് എന്നും മറ്റുള്ളതിനെ, അതായത് നെഗറ്റീവോ പോസിറ്റീവോ ആയിട്ടുള്ള ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസിന് നമ്മൾ നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എന്നുമാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം പാർഷ്യൽ പ്രഷേഴ്സ് അല്ലെങ്കിൽ ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ പറയുന്നത് ടോട്ടൽ ഒരു ഗ്യാസിൻ്റെ മിക്സർ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെയുള്ള ഒരു ഗ്യാസിൻ്റെ പാർഷ്യൽ പ്രഷർ PA എന്ന് പറയുന്നത് ടോട്ടൽ പ്രഷർ ഓഫ് ദി ഗ്യാസ് PT ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് ദി ഗ്യാസ് ഇൻ ദി മിക്സർ അതിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, PT ഇൻറ്റു YA അല്ലെങ്കിൽ YA ഇൻറ്റു PT. ഇതെന്താണ്? PA എന്ന് പറഞ്ഞാൽ മിക്സ്ചറിലുള്ള ഒരു ഗ്യാസിൻ്റെ മിക്സ്ചറിലുള്ള A എന്ന് പറയുന്ന ഗ്യാസിൻ്റെ പാർഷ്യൽ പ്രഷറാണ്. അത് വിൽ ബി ഈക്വൽ ടു YA എന്ന് പറയുന്നത് ആ ഗ്യാസിൻ്റെ ആ മിക്സ്ചറിലുള്ള മോൾ ഫ്രാക്ഷനാണ്. അതുപോലെ PT എന്ന് പറയുന്നത് ടോട്ടൽ പ്രഷർ ഓഫ് ദി മിക്സ്ചർ ഓഫ് ദി ഗ്യാസസ് ആണ്. ഓക്കെ, ഇത് നമുക്ക് ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ് പ്രകാരമുള്ള ഇക്വേഷനാണ്. അതുപോലെ റൗൾസ് ലോയിൽ നിന്ന് നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്ന് പറയുന്നത്
PA will be equal to P0A into chi A എന്നുള്ളൊരു ഇക്വേഷൻ റൗൾസ് ലോയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇവരെ രണ്ടാളെ നമ്മൾ കമ്പൈൻ ചെയ്താൽ, അതായത് PT into YA ഈക്വൽ ടു PA എന്നുള്ള ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷറിൽ നിന്ന് കിട്ടിയ ഇക്വേഷനും അതുപോലെ PA ഈക്വൽ ടു P0A into chi A എന്നുള്ള നമുക്ക് റൗൾസ് ലോയിൽ നിന്ന് കിട്ടിയ ഇക്വേഷനും ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് എങ്ങനെ എഴുതാം? PT into YA ഈക്വൽ ടു P0A into chi A അല്ലേ. ഇവിടെ നമുക്ക് chi A വിൽ ബി ഈക്വൽ ടു PT into YA ഡിവൈഡഡ് ബൈ P0A എന്ന് കിട്ടും. അതുപോലെ നമുക്ക് chi ബിൻ്റെതും എഴുതാം. chi B വിൽ ബി ഈക്വൽ ടു PT into YB. YB എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഗ്യാസിൻ്റെ മിക്സ്ചറിലുള്ള B എന്ന് പറയുന്ന കമ്പോണൻറ്റിൻ്റെ പാർഷ്യൽ മോൾ ഫ്രാക്ഷൻ ആയിരിക്കും അല്ലേ, മോൾ ഫ്രാക്ഷൻ. ഓക്കെ, PT into YB ഡിവൈഡഡ് ബൈ P0B. ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് ഇവരെ രണ്ടുപേരെയും ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷറിനെയും അതുപോലെ റൗൾസ് ലോനെയും ഇക്വേറ്റ് ചെയ്തിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ലിമിറ്റേഷൻസ് ഓഫ് റൗൾസ് ലോ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ സൊല്യൂഷൻസും എല്ലാ കമ്പോസിഷനിലും എന്ത് കാണിക്കുന്നില്ല? റൗൾസ് ലോ ഒബേ ചെയ്യുന്നില്ല. റൗൾസ് ലോ ഓൺലി വർക്ക്സ് ഫോർ ഐഡിയൽ സൊല്യൂഷൻസ്. ചില സൊല്യൂഷൻസിൽ മാത്രമേ റൗൾസ് ലോ വർക്ക് ചെയ്യുന്നുള്ളൂ. വെരി ഡൈലൂട്ട് സൊല്യൂഷൻസ് ഒബേ റൗൾസ് ലോ ടു എ റീസണബിൾ അപ്രോക്സിമേഷൻ. അതായത് നമുക്കിതിനെക്കുറിച്ച് ഐഡിയൽ സൊല്യൂഷൻസിനെ കുറിച്ചും നോൺ ഐഡിയൽ സൊല്യൂഷൻസിനെ കുറിച്ചും അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. എന്തുകൊണ്ടാണ് അവർ ഐഡിയൽ ആകുന്നത് അല്ലെങ്കിൽ നോൺ ഐഡിയൽ ആകുന്നത് എന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്ന് നമ്മൾ ഇത്ര മനസ്സിലാക്കുക, ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ റൗൾസ് ലോ എല്ലാ കമ്പോസിഷനിലും ഒബേ ചെയ്യുന്ന സൊല്യൂഷൻസ് ആണ്. നോൺ ഐഡിയൽ എന്ന് പറഞ്ഞാൽ എല്ലാ കമ്പോണൻസിലും റൗൾസ് ലോ ഒബേ ചെയ്യാത്ത എന്താണ് സൊല്യൂഷൻസ് ആണ്. ഓക്കെ, ഐഡിയൽ സൊല്യൂഷൻസിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഐഡിയൽ സൊല്യൂഷൻസ് ആർ ദോസ് വിച്ച് ഫോളോ റൗൾസ് ലോ ഓവർ ലാർജ് റേഞ്ച് ഓഫ് കമ്പോസിഷൻ. റൗൾസ് ലോ പ്രകാരം എന്താണ്? PT ഈക്വൽ ടു P0A ഇൻറ്റു chi A പ്ലസ് P0B ഇൻറ്റു chi B ആണ് അല്ലേ. അപ്പോൾ ഇത് ഓക്കെ ആണെങ്കിലാണ് നമ്മൾ എന്തെന്ന് പറയാം? ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറയാം. ഓക്കെ, ഇത് റെഡി അല്ലെങ്കിൽ, അതായത് PT നോട്ട് ഈക്വൽ ടു P0A ഇൻറ്റു chi A പ്ലസ് P0 ഇൻറ്റു B ഇൻറ്റു chi B ആണെങ്കിൽ അതിനാണ് നമ്മൾ നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയാം. ഓക്കെ, ഇനി ഐഡിയൽ സൊല്യൂഷൻസിൻ്റെ പ്രോപ്പർട്ടീസ്, അതായത് റൗൾസിലെ ഒബേ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇവരെ മിക്സ് ചെയ്താൽ രണ്ട് കമ്പോണൻസിനെ മിക്സ് ചെയ്തിട്ടാണല്ലോ നമ്മൾ സൊല്യൂഷൻ ഉണ്ടാക്കുക. അങ്ങനെ കമ്പോണൻസിനെ മിക്സ് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് ഹീറ്റ് അബ്സോർബ് ചെയ്യുകയോ ഹീറ്റ് ഇവോൾവ് ചെയ്യുകയോ ചെയ്യില്ല. അതുപോലെ ഡെൽറ്റ വി മിക്സും എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് നമ്മൾ രണ്ട് കമ്പോണൻസിനെ ആഡ് ചെയ്തിട്ട് സൊല്യൂഷൻ ഉണ്ടാക്കുമ്പം അവിടെ സൊല്യൂഷൻ്റെ വോളിയം കൂടുകയോ കുറയുകയോ ചെയ്യില്ല. നമ്മൾ എടുത്തിട്ടുള്ള കമ്പോണൻസിൻ്റെ വോളിയം എത്രയാണോ അവരുടെ രണ്ടാളുടെ സമ്മിന് ഈക്വൽ ആയിരിക്കും നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സൊല്യൂഷൻ്റെ വോളിയം എന്ന് പറയുന്നത്. എന്നാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നോൺ ഐഡിയൽ സൊല്യൂഷൻസിൻ്റെ കേസിൽ. അവിടെ വോളിയം കുറയുകയോ കൂടുകയോ ഒക്കെ ചെയ്യും. അതുപോലെ തന്നെ അവിടെ എൻതാൽപ്പി, അതായത് എനർജി റിലീസ് ചെയ്യുകയോ അല്ലെങ്കിൽ എനർജി അബ്സോർബ് ചെയ്യുകയോ ചെയ്യും. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇവിടെ ഐഡിയൽ സൊല്യൂഷൻ എക്സാമ്പിളാണ് N-ഹെക്സൈൻ ആൻഡ് N-ഹെപ്റ്റൈൻ, അതുപോലെ തന്നെ ഇഥൈൽ ബ്രോമൈഡ് ആൻഡ് ഇഥൈൽ അയഡൈഡ്, ബെൻസീൻ ആൻഡ് ടൊളുവീൻ, അതുപോലെ ക്ലോറോ ബെൻസീൻ ആൻഡ് ബ്രോമോ ബെൻസീൻ. എന്തുകൊണ്ടാണ് ഐഡിയൽ ആവുന്നത്, എന്തുകൊണ്ടാണ് നോൺ ഐഡിയൽ ആവുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, നോൺ ഐഡിയൽ സൊല്യൂഷൻ ആണെങ്കിൽ റൗൾസ് ലോ ഒബേ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഡെൽറ്റ എച്ച് മിക്സ് വിൽ നോട്ട് ബി ഈക്വൽ ടു 0. അതുപോലെ ഡെൽറ്റ വി മിക്സ്, അതായത് വോളിയം ചേഞ്ച് എന്ന് പറയുന്നത് അത് 0ക്ക് ഈക്വൽ ആവില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, റെഡി. അപ്പോൾ നമുക്ക് ഈ ഐഡിയൽ സൊല്യൂഷൻസിനെ കുറിച്ചും നോൺ ഐഡിയൽ സൊല്യൂഷൻസിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് അടുത്ത ക്ലാസ്സോടുകൂടി നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട്, അതായത് റൗൾസ് ലോയും അതുപോലെ കോൺസെൻട്രേഷൻ ടേംസുമായി ബന്ധപ്പെട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഈ ഐഡിയൽ സൊല്യൂഷനും നോൺ ഐഡിയൽ സൊല്യൂഷനുമായി ബന്ധപ്പെട്ട ഒന്നുകൂടി നമുക്ക് എന്ത് ചെയ്യാം, അത് ഒന്നുകൂടി ക്ലിയർ ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.